അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ മക്കളല്ലേ. തീർച്ചയായിട്ടും അവർക്ക് നൽകിയ ഇസ്ലാമിക ദീനി പഠനത്തെക്കുറിച്ച് നാളെ അന്ത്യനാളിൽ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണ് അവർക്ക് നൽകിയത്? നൽകേണ്ടത് നൽകിയിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിലും നാളെ നമ്മൾ മരിച്ചാൽ കണ്ണീരോടുകൂടി മയ്യത്ത് നമസ്കരിക്കുവാൻ പ്രാപ്തനായ ഒരു മോനും മോളുമാണോ അവർ? അതല്ല, എന്താണ് മയ്യത്ത് നമസ്കാരമെന്നോ എങ്ങനെയാണത് നിർവഹിക്കേണ്ടതെന്നോ അറിയാതെ കൂലിക്ക് വേറൊരാളെ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു മനുഷ്യൻ മരിച്ചു മറമാടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ മാത്രമായിരിക്കും. അവൻ്റെ 3 കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലേ. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ് അതിൽ പ്രധാനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവൻ്റെ സ്വാലിഹായ കർമ്മങ്ങൾ, ജാരിയായ സ്വതഖ. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴൊക്കെയാണ് എൻ്റെ നാഥൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക? ഇങ്ങനെ പഠിക്കുന്ന മക്കളായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. അതിനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനത്തിലൂടെ നൽകുന്നത്. അതുകൊണ്ട് അവിടെ കൂടെ ഇരിക്കുവാനും ചില പാഠങ്ങൾ നമ്മളും കൂടെ പഠിക്കുവാനും, അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറച്ചു നോക്കണം. അവരുടെ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ നമ്മളും കൂടെ ഒന്ന് അവരോടൊപ്പം പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ മക്കളിലൂടെ നമ്മളും വിദ്യാർത്ഥികളാകുവാൻ, അതിലൂടെ റബ്ബിനെയും പ്രവാചകനെയും ദീനിനെയും അറിയുവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.